പ്രിയപ്പെട്ടവരെ, കൈത്താക്കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനൽ എന്നാണ്. 7 ആഴ്ചകളാണ് കൈത്താക്കാലത്തിലുള്ളത്. വിളവെടുപ്പിൻ്റെ കാലമാണ് വേനൽക്കാലം. സഭയെ സംബന്ധിച്ച് സഭ വളർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. സഭയുടെ വളർച്ചയെക്കുറിച്ച് ധ്യാനിക്കുന്ന കാലഘട്ടമാണ് കൈത്താക്കാലം. സ്ലീഹന്മാരിലൂടെയും രക്തസാക്ഷികളുടെയും ഒക്കെ സഭ വളർന്നതിനെ അനുസ്മരിക്കുന്നതിനാൽ ഈ കാലഘട്ടത്തിൽ കൂടുതലായി സ്ലീഹന്മാരെയും രക്തസാക്ഷികളെയും നമ്മൾ അനുസ്മരിക്കുകയാണ്. കൈത്താക്കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച സ്ലീഹന്മാരുടെ തിരുനാളാണ്. പിന്നീട് വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും ഓർമ്മയാണ് നമ്മൾ ആചരിക്കുന്നത്. ആ അർത്ഥത്തിൽ കൈത്താക്കാലം പൊതുവായി സഭയെക്കുറിച്ച്, സഭയുടെ വളർച്ചയെക്കുറിച്ചൊക്കെ ധ്യാനിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലത്ത് ഒന്നാം ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനിക്കാനായി നൽകുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം, സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ പ്രധാന പ്രമേയം ഇതാണ്. ഇതാരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സാബത്തിൽ അവൻ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അപ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. മഹോദര രോഗിയെ ഈശോ സുഖപ്പെടുത്തുകയാണ്. ഇവിടെ റിച്ചിയോത്തി എന്ന് പറയുന്ന ബൈബിൾ വ്യാഖ്യാതാവ് അദ്ദേഹം പറയുന്നത് ഇത് അസ്വാഭാവികമായ ഒരു കാര്യമാണ്. ഫരിസേയരെ, അവരുടെ കാപട്യത്തെക്കുറിച്ച് ഈശോ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. എന്നിട്ടും ഒരു ഫരിസേയൻ ഈശോയെ ഒരു വിരുന്നിന് ക്ഷണിക്കുന്നെങ്കിൽ അതിന് 2-3 കാര്യങ്ങൾ കാണും. ഒന്നാമത്തത് അദ്ദേഹം പറയുന്ന ഇതാണ്: സഹതാപത്താലായിരിക്കാം ഈശോയെ ക്ഷണിച്ചത്. കാരണം ഫരിസേയര് ഈശോയെ ആക്ഷേപിക്കുകയാണ്. ഇവൻ തച്ചൻ്റെ മകനല്ലേ, ഇവനിൽ പിശാചുണ്ട്, ബെൽസബൂലിനെ കൊണ്ടാണ് ഇവൻ പിശാചിനെ പുറത്താക്കുന്നത് തുടങ്ങിയുള്ള ആരോപണങ്ങൾ ഈശോയ്ക്കെതിരെ പറയുമ്പോൾ ഈശോയുടെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടനായി സഹതാപത്തോടുകൂടി ഒരു ഫരിസേയൻ ഈശോയെ വിരുന്നിന് ക്ഷണിക്കുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ റിച്ചിയോത്തി പറയുന്ന കാര്യം ഇതാണ്: വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പാകെ ഈശോയെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് ഈശോയെ വിചാരണ ചെയ്യുന്നു. ചോദ്യങ്ങൾ ചോദിച്ച് കഷ്ടപ്പെടുത്തുകയും ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വില കളയുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഈശോയെ ക്ഷണിച്ചത്. എന്നാൽ മൂന്നാമത്തെ കാര്യമാണ് കൂടുതൽ പ്രായോഗികമായിട്ട് കാണപ്പെടുന്നത്. അതായത് ഈശോ പ്രവേശിക്കുന്ന ട്രാൻസ് ജോർദാനിലുള്ള ഒരു ഫരിസേയൻ്റെ വീട്ടിലാണ്. ഈ സ്ഥലത്തെ ഫരിസേയരും ജെറുസലേമിലെ ഫരിസേയരും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ജെറുസലേമിലെ ഫരിസേയർ കഠിന ഹൃദയരായിരുന്നു. അവർ യാതൊരു തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്തവരായിരുന്നു. പക്ഷേ ഗലീലയിലെയും യോർദാനിലെയൊക്കെ ഫരിസേയർ അല്പം കൂടെ വിശാല ഹൃദയമുള്ളവരായിരുന്നു. അത് ഈ ഭാഗത്ത് തന്നെ അതിനുള്ള സൂചനയുണ്ട്. കാരണം ജെറുസലേമിൽ വെച്ച് ഈശോ സാബത്ത് ദിവസത്തിൽ ഏതെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ രൂക്ഷമായ പ്രതികരണമാണ്. ഇവിടെ പക്ഷേ ഈ സാബത്ത് ദിവസത്തിൽ ആ വിരുന്നിനെത്തിയ മഹോദര രോഗിയെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അത് തന്നെയായിരിക്കാം ഇതിൻ്റെ കാരണം ട്രാൻസ് ജോർദാനിലെ ഈശോയുടെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടനായ ഒരു ഫരിസേയൻ ഈശോയെ വിരുന്നിന് ക്ഷണിക്കുകയാണ്. പിന്നീട് വരുന്ന ഭാഗത്തിലെ, നമ്മൾ വായിക്കുന്ന ഭാഗത്തിലെ പ്രധാന പ്രമേയം ഇതാണ്: ഇങ്ങനെ ഈശോ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്ന സമയത്ത് മുമ്പോട്ട് നോക്കുമ്പോൾ പ്രമുഖ സ്ഥാനങ്ങൾക്ക് വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാണ്. അത് ഈശോയെ വല്ലാതെ സങ്കടപ്പെടുത്തി. അതുകൊണ്ട് ഈശോ അവരോടായിട്ട് പറയാണ്: നിങ്ങളെ ആരെങ്കിലും വിരുന്നിന് ക്ഷണിച്ചാൽ നിങ്ങൾ പ്രമുഖ സ്ഥാനത്ത് പോയി ഇരിക്കരുത്, അവസാന സ്ഥാനത്ത് പോയി ഇരിക്കൂ. അപ്പോൾ നിങ്ങളെ വിളിച്ച് പ്രമുഖ സ്ഥാനത്ത് ഇരുത്തും. അപ്പോൾ ഇവരുടെ എല്ലാം മുമ്പിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടും. എന്നാൽ നിങ്ങൾ പ്രമുഖ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളെക്കാൾ പ്രമുഖർ വന്നെങ്കിൽ അയാൾക്ക് വേണ്ടി സ്ഥാനം ഒഴിവാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മുമ്പിൽ അപമാനിതരാകില്ലേ? അതുകൊണ്ട് ഈശോ പറയും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അതിനുശേഷം ആതിഥേയനും ഈശോ ഒരു ഉപദേശം നൽകുകയാണ്: നീ ഒരു വിരുന്ന് നടത്തുമ്പോൾ അവിടെ അധികാരവും പ്രതാപവും ഉള്ളവരെ വിളിക്കാതെ ദരിദ്രരും മുടന്തരും വികലാംഗരുമായിട്ടുള്ള ആളുകളെ വിളിക്കുവിൻ. അതിനുശേഷം ഈശോ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, അങ്ങനെ ചെയ്താൽ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും. ഇവിടെ ഈ യഹൂദരുടെ വിരുന്നിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമായിരുന്നു. അവിടെ 3 പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങളാണുള്ളത്. അതിൻ്റെ നടുക്കിരിക്കുക പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പ്രധാന അതിഥിയുടെ വശങ്ങളിലിരിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിനുവേണ്ടി തിക്കും തിരക്കും കൂടിയിരുന്നു.
അതിൻ്റെ അടുത്തിരിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് അധികാരവും പണവുമായിരുന്നു. ചിലര് മറ്റുള്ളവരെക്കാൾ കേമൻ, നിന്നേക്കാൾ കേമൻ ഞാനാണ് എന്ന് തന്നെ പറഞ്ഞ് അങ്ങനെ തർക്കിച്ച് സ്ഥാനങ്ങൾ നേടിയിരുന്നു എന്ന് പറയുന്നു. ഇത് പഴയ പാരമ്പര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യം തന്നെയാണ്. ഗ്രീസിൽ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാൻ ആളുകൾ ബഹളം കൂട്ടുന്നതിനെതിരെ സോക്രട്ടീസ് എന്ന് പറഞ്ഞ തത്വചിന്തകൻ അതിരൂക്ഷമായിട്ട് വിമർശനം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇത് ഇന്നത്തെ കാലഘട്ടത്തിലും ഈ ഒരു പ്രവണത തുടർന്ന് കാണുന്നുണ്ട്. ഒരിക്കൽ ഒരു സമ്മേളനത്തിൽ ഉദ്ഘാടനത്തിനായിട്ട് വിളിച്ചു. അത് സഭയുടെ ഒരു സമ്മേളനമാണ്, അത് യൂത്ത് ക്രമീകരിച്ച ഒരു സമ്മേളനമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രധാന ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടം ഉദ്ഘാടകനായിരുന്നിരിക്കാം സജ്ജീകരിച്ചത്. പക്ഷെ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ചെന്നെങ്കിലും അതിനു മുമ്പ് തന്നെ ഇവരെല്ലാം വന്നിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തനിക്ക് വേണ്ടിയാണ് എന്ന് കരുതി ആ സീറ്റിൽ പ്രമുഖ സ്ഥാനത്തിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് പോലും പിന്നെ സൈഡിൽ ഇരിക്കേണ്ടി വന്നു. അവസാനം വന്നപ്പോൾ നടന്ന സംഭവം തന്നെയാണ്. എല്ലാവരും സീറ്റുകളിൽ ഇരുന്നു, ആർക്കും സീറ്റിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അവസാനം ഉദ്ഘാടകനായ എനിക്കും പിന്നെ അധ്യക്ഷനും വേറെ ചെറിയ ചെയർ അപ്പുറത്ത് മാറ്റി ഇട്ട് അറേഞ്ച് ചെയ്ത് തരേണ്ടി വന്നു. അപ്പോൾ ഇന്നും ഈ പ്രമുഖ സ്ഥാനങ്ങൾ നമ്മൾ അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ 2 നേതാക്കന്മാർ അവര് മൈക്ക് എൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞ് മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചു മാറ്റുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഈ ഇന്നും തുടരുന്ന ഒരു പ്രവണതയാണ്. ഈശോ ഇതിനെതിരെയാണ് ഈശോ പറയുന്നത്. അർഹമായ സ്ഥാനങ്ങൾ നമുക്ക് ഉചിതമായിട്ടുള്ള ആൾക്കാർക്ക് അർഹമായ സ്ഥാനങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ നമ്മൾ അവരെ ഇകഴ്ത്തുകയും അവരെ മാറ്റി നിർത്തുകയും അവരെ ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്നവരാണോ? മത്സരിച്ച് മുമ്പോട്ട് വരാൻ പറ്റാത്തവനൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഈശോ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ദരിദ്രരെയും മുടന്തരെയും ഒക്കെ വിളിക്കൂ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അധികാരവും പ്രതാപവും ഒക്കെ കാണിക്കുന്നവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നത് ഒരു സമ്മേളനത്തിൽ, ഒരു വനിതാ സമ്മേളനമാണ്, അവിടെ പ്രമുഖയായ ഒരു സ്ത്രീയെയാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത്. പക്ഷെ അവര് സാധാരണ എളിയ വസ്ത്രം ധരിച്ചിട്ട് ആ ഓഡിയൻസിന്റെ അവസാന ഭാഗത്ത് വെറുതെ പോയിരുന്നു. എന്നിട്ട് അതിലെല്ലാം നടന്നു. പക്ഷേ അവസാനം ഈ സ്ത്രീ പരിഭവം പറയാം, അച്ഛാ ഞാൻ അവരുടെ ഇടയ്ക്കൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ട് ഒരാൾ പോലും, ഒരു പെൺകുട്ടി പോലും എന്നോട് സംസാരിച്ചില്ല. കാരണം അവർ ധരിച്ചിരുന്നത് എളിയ വസ്ത്രമായിരുന്നു. ആരായിരുന്നു ഈ സ്ത്രീ എന്നറിയണ്ടേ? ദയാഭായി എന്ന് പറയുന്ന ആ മഹനീയായ വ്യക്തിത്വമാണ്. അവരായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ കുട്ടികളൊക്കെ എളിയ വസ്ത്രം ധരിച്ച് ആരോ ഒരാൾ ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത്. കോളേജുകളിലൊക്കെ നമ്മൾ കാണുന്നു, ചെറിയ കാലിൽ വരുന്ന അധ്യാപകരൊക്കെ ഉലിന്തന്മാർ എന്നാണ് കോളേജ് പിള്ളേർ വിളിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ പ്രൗഢിയും പ്രതാപവും ഒക്കെ അതാണ് മഹത്തരം എന്ന് കരുതുന്ന ഒരു കാലമാണ്. ഇവിടെ ഈശോ ഉപയോഗിക്കുന്ന ഉപമ, വിരുന്നിന്റെ ഉപമ, അതൊരു വിരുന്ന് സന്ദർഭം തന്നെയാണ്. പക്ഷേ ഈശോ ഉപമകളിലൂടെ പറയുമ്പോൾ ഈ ഉപമയ്ക്ക് വ്യംഗ്യവും വാച്യവും അർത്ഥമുണ്ട്. വ്യംഗ്യമായ അർത്ഥം ഈ വിരുന്ന് എന്ന് പറയുന്ന സ്വർഗരാജ്യമാണ്. വാച്യമായ അർത്ഥത്തിൽ ഇത് ആ വിരുന്ന് തന്നെയാണ്. അപ്പൊ സ്വർഗരാജ്യത്തിലാണ് ലോകം പിന്തള്ളുന്നവർക്ക് പ്രമുഖ സ്ഥാനങ്ങൾ ലഭിക്കുന്നത്. അവിടെ തന്നെ താഴ്ത്തിയവര് ആ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ, മഹത്വത്തിൽ അവര് ഉയർത്തപ്പെടും എന്ന് ഈശോ പറയുകയാണ്. പിന്നീട് നമ്മൾ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈശോ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ആതിഥേയനോട് പറയുന്ന കാര്യവും പ്രധാനപ്പെട്ടതാണ്. അവിടെ പറയുന്നു, നീ ദരിദ്രരെയും മുടന്തരെയും വികലാംഗരെയും ഒക്കെ വിരുന്നിന് ക്ഷണിക്കും. യഥാർത്ഥത്തിൽ അന്ന് നിലവിലിരുന്ന ആത്മീയ സങ്കല്പങ്ങൾക്ക് എതിരെയായിട്ട് തന്നെയാണ് ഈശോ പറയുന്നത്. വിരുന്നുകളിലും ബലികളിലും കുറവുള്ളവരെ, പൂർണ്ണരല്ലാത്തവരെ പങ്കെടുപ്പിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവയെ കൊണ്ടുവരരുത്, അത് മൃഗമായാൽ പോലും കൊണ്ടുവരരുത് എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ആത്മീയ വിചാരം. അതിനെതിരെയാണ് ഈശോ പറയുന്നത്. ഈശോ പറയുന്നു, പൂർണ്ണതയുടെ മറവിൽ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്ന കപടതകളേക്കാൾ മുഖമൂടികളില്ലാത്ത കുറവുകളാണ് ദൈവരാജ്യത്തിന് ഇഷ്ടം. അതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ കുറവുകളുള്ളവരെ നമ്മൾ ആദരിക്കാൻ തയ്യാറാകണം എന്ന് ഈശോ പറയുകയാണ്. നമ്മൾ മഹത്വത്തിൻ്റെ പിന്നാലെ പോകാതിരിക്കാൻ ഈശോ പറയുകയാണ്.
പിന്നീട് അവസാനമായിട്ട് ഈശോ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം ഉണ്ടാകും. എന്താണ് സഹോദരങ്ങളെ നീതിമാന്മാരുടെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ? അത് സ്വർഗരാജ്യം തന്നെയാണ്. പക്ഷെ അതിന് രണ്ടാമതൊരർത്ഥമുണ്ട്. അത് സഭയുടെ പ്രതീകം കൂടിയാണ്. നീതിമാന്മാരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. അതായത് മാമോദീസായിലൂടെ ഈ ലോകത്തിൻ്റെ മറ്റ് പ്രവണതകളിൽ നിന്ന് മാറി വന്നിരിക്കുന്ന ഈശോയിലൂടെ മരിച്ചു ഉയർത്തു എന്നാണല്ലോ മാമോദീസായിൽ നമ്മൾ തിയോളജിക്കലായിട്ട് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ കൂട്ടമാണ്. അപ്പോൾ സഭയിൽ ഈ മറ്റുള്ളവർ പിന്തള്ളുന്നവർക്ക് കൂടുതൽ സ്ഥാനങ്ങൾ നൽകണം, അവരെ ചേർത്ത് വിളിക്കണം എന്ന് ഈശോ ഉദ്ദേശിക്കുകയാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവർ, മറ്റുള്ളവർ ഇകഴ്ത്തി കളഞ്ഞിരിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരെ സഭ ചേർത്ത് പിടിക്കണമെന്നാണ്. അതാണ് സഭയുടെ മഹനീയതയെന്ന്. മറ്റുള്ളതിൽ നിന്നൊക്കെ സഭയ്ക്കുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. ഭൂമിയിലെ സ്വർഗരാജ്യം എന്നാണല്ലോ സഭയെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചേർത്ത് പിടിക്കുക, മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുക, ഇല്ലാത്തവനെയും വല്ലാത്തവനെയും നിസ്സഹായനെയൊക്കെ അവർക്ക് പ്രമുഖ സ്ഥാനങ്ങൾ ലഭിക്കുന്ന സ്ഥലമാകണം സഭ എന്ന് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ അടുത്തിടയ്ക്ക് ഒരു പ്രസംഗം ശ്രദ്ധിച്ച് ഓർക്കുന്നുണ്ടോ? മനുഷ്യ വികാരങ്ങളെ മറ്റുള്ളതിനേക്കാൾ കൂടുതൽ കാണുന്ന സ്ഥലമായിരിക്കണം ഒരു പ്രസംഗം. അത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ്. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തിൽ അദ്ദേഹം ഒന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നു, നന്നായിട്ട് സംസാരിക്കാൻ പലർക്കും അറിയാം എന്ന് വരാം, നല്ല ആശയങ്ങൾ അവതരിപ്പിക്കാം എന്ന് പറയാം. ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ അടുത്ത് വരുന്ന യുവജനങ്ങളുടെ കൂട്ടത്തിൽ, യുവ രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാൻ കാപ്പി കുടിക്കാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധ പോകുന്നത് അദ്ദേഹം അവതരിപ്പിക്കുന്ന ആ നല്ല വാക്കുകൾ, നല്ല ആശയമല്ല, മറിച്ച് ആ വെയിറ്ററോട് എങ്ങനെ ആ രാഷ്ട്രീയ യുവ നേതാവ് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, നല്ലപോലെ സംസാരിക്കും, നല്ല ഐഡിയ പറയാം, പക്ഷെ മനുഷ്യൻ്റെ വികാരങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടോ? ഒരു കൃഷി നശിച്ച ഒരു അപ്പൻ്റെ വേദന അറിയാൻ പറ്റുന്നുണ്ടോ? അവരുടെ കുഞ്ഞുങ്ങളുടെ വേദന അറിയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന പൊളിറ്റിക്സ് ആണ് യഥാർത്ഥ പൊളിറ്റിക്സ്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ നേതാവ് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു നേതാവായിരുന്നു എന്ന് പറയാണ്. ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച ആശയം ഇതിനോട് ചേർന്ന് പോകുന്നതായതുകൊണ്ട് നമ്മളിത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സഭ ആ തരത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. സഭ അതിന് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ്? ഈ മൂല്യങ്ങളും തത്വങ്ങളും ഒക്കെ, ഇത്തരം മൂല്യങ്ങളും ഒക്കെ അവഗണിച്ച് കളയാനാണ് എപ്പോഴും നോക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു സർവകലാശാലയാണ്. അവിടെ കുറേ പ്രൊഫസേഴ്സ് കൂടിയപ്പോൾ അവർ വിചാരിച്ചു, അതായത് എത്തിക്സ് എന്ന് പറയുന്ന കാര്യത്തിന് എന്താണ് പ്രാധാന്യം, അതുകൊണ്ട് അവർ സിലബസിൽ നിന്ന് എടുത്തു കളഞ്ഞു. പ്രായോഗികമല്ലാത്ത തത്വങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് എന്താണ് കാര്യം, നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാലമാണ്. ഞാൻ ഓർക്കുന്നത് വേറൊരു സംഭവം, നമ്മൾ സഭയിൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ പിന്നെ സഭയുടെ തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ ഓർക്കുന്നത് ഒരു പുൽക്കൂട് മത്സരമാണ്. ആ പുൽക്കൂട് മത്സരത്തിന് 6ാം ക്ലാസ്സുകാരനായ അൾത്താരബാലനാണ് അവനും കൂടി. പക്ഷെ അവൻ്റെ വീട് ഒരു മലയുടെ മുകളിലാണ്. വിധികർത്താക്കളൊക്കെ ഇങ്ങനെ പല പുൽക്കൂടുകൾ ഇങ്ങനെ കണ്ടുപോകുന്ന സമയത്ത് രാത്രിയായപ്പോൾ ഇനി അവരെ നോക്കുമ്പോൾ അവർക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ കുറേ രാത്രിയായി. ആ വീട്ടുകാരൊക്കെ കണ്ടു കാണും എന്ന് വിചാരിച്ചോളും എന്ന് കരുതി അവർ ഒഴിവാക്കിയത് ഈ പാവം കുഞ്ഞിൻ്റെ മലമുകളിലുള്ള വീടാണ്. പക്ഷെ അവന് രാത്രിയിൽ ഈ വിധികർത്താക്കൾ വരും എന്നോർത്ത് 11:30 സമയത്ത് അവനും മാതാപിതാക്കളും ഉണർന്നിരിക്കുകയാണ് ഇവർ വരാൻ. പക്ഷെ ഇവർ അവിടെ കയറാതെ പോയി. നോക്കൂ എത്രമാത്രം വേദനയാണ് ആ കുടുംബത്തിനുണ്ടായത്. സമ്മാനം കിട്ടും എന്നുള്ളതല്ല, അവഗണിച്ച് കളയുന്നു. മുകളിലായതിനാൽ അവിടെ കയറി ചെല്ലാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള അവഗണിച്ച് കളയുന്നു. അപ്പോൾ അത് നമ്മൾ ഓർക്കുക, സഭയുടെ പ്രധാനപ്പെട്ട ആ ധർമ്മത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോവുകയാണ്. നമ്മൾ മറ്റെവിടെയെങ്കിലും പോയില്ലെങ്കിൽ പോലും അവിടെ കഷ്ടപ്പെട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതി ഈശോ നമ്മളോട് പറയുന്ന ഈ ഉപമയിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഇതെല്ലാമാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.